ആട്ടക്കളരി യൂണിറ്റ് 1 ചാപ്റ്റർ 5. കേരളത്തിൽ പ്രചാരത്തിലുള്ള 3 കലാരൂപങ്ങളാണ് ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, കൂടിയാട്ടം. ചാക്യാർ കുടുംബത്തിലെ അംഗങ്ങൾ അവതരിപ്പിച്ചു പോരുന്ന കലാരൂപം ആയിരുന്നതിനാലാണ് ചാക്യാർകൂത്ത് എന്നറിയപ്പെടുന്നത്. ഇതൊരു ഏകാംഗ കലാരൂപമാണ്. മിഴാവ്, ഇലത്താളം എന്നീ 2 വാദ്യോപകരണങ്ങളാണ് കൂത്തിന് ഉപയോഗിക്കുന്നത്. വിദൂഷക വേഷമാണ് ചാക്യാർക്ക്. ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലാണ് സാധാരണ ചാക്യാർകൂത്ത് അവതരിപ്പിച്ചു വരുന്നത്. ചാക്യാർകൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കലാപ്രകടനം എന്നത് ആദ്യം മുതൽ അവസാനം വരെയും ഹാസ്യരസ നിർഭരമായിരിക്കും എന്നതാണ്. ഈ ചൂടാരത്നം ഭഗവാന്റെ സമീപത്തുങ്കൽ ചെല്ലുമ്പോൾ ആ ആര്യപുത്രന്റെ കയ്യിൽ കൂടിയാട്ടത്തിൻ്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്നും വേറിട്ട് ക്ഷേത്രങ്ങളിൽ ഒരു ഏകാംഗാഭിനയ ശൈലിയായിട്ടും ചെയ്തു വരുന്ന ഒരു കലാരൂപമാണ് നങ്ങ്യാർകൂത്ത്. കൂടിയാട്ടത്തിൽ സ്ത്രീവേഷങ്ങൾ കിട്ടുന്നത് നങ്ങ്യാന്മാരാണ്. നങ്ങ്യാന്മാർ മാത്രമായി നടത്തുന്ന കൂത്താണ് നങ്ങ്യാർകൂത്ത്. 20-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയോടുകൂടി ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ കലാരൂപം അഭ്യസിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. മിഴാവും ഇടയ്ക്കയുമാണ് പശ്ചാത്തല വാദ്യോപകരണങ്ങൾ. കുലശേഖര രാജാവ് ആരംഭിച്ചതാണ് നങ്ങ്യാർകൂത്ത്. സംഭാഷണം ഉണ്ടാവില്ല. ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലാണ് നങ്ങ്യാർകൂത്ത് അവതരിപ്പിച്ചു പോരുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ തനതു കലാരൂപമാണ് കൂടിയാട്ടം. പ്രാചീന സംസ്കൃത നാടകരൂപമാണിത്. ക്ഷേത്രവളപ്പിലെ കൂത്തമ്പലം എന്ന പേരിലുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ്. പൂർണ്ണതോതിൽ കൂടിയാട്ടം അവതരിപ്പിക്കുവാൻ 41 ദിവസം വേണ്ടിവരും. കൂടിയാട്ടം പുരുഷ കഥാപാത്രങ്ങൾ ചാക്യാരും സ്ത്രീ കഥാപാത്രങ്ങൾ നങ്ങ്യാരുമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ജനിച്ച അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്ന് അറിയപ്പെടുന്നത്. കൂടിയാട്ടത്തിൻ്റെ പരിഷ്കർത്താവായി അറിയപ്പെടുന്നത് കുലശേഖരവർമ്മൻ ആണ്. കൂടിയാട്ടം കലാമണ്ഡലത്തിൽ പാഠ്യവിഷയമാക്കുവാൻ നേതൃത്വം നൽകിയത് പൈങ്കുളം രാമചാക്യാർ ആയിരുന്നു.